നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പുതിയൊരു ചിന്ത പങ്കുവെക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ വായന ഒരു അടിസ്ഥാന ഘടകമാണ്. വായിക്കണമെങ്കിൽ പുസ്തകം നമുക്കുണ്ടാവണം. പുസ്തകം നമ്മൾ കയ്യിലെടുക്കണം. ആ പുസ്തകത്തെപ്പറ്റി ചില ചിന്തകൾ, പുസ്തകങ്ങളുടെ സ്ഥാനം ജീവിതത്തിൽ എന്താണ് എന്നുള്ളതിനെപ്പറ്റി ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. പുസ്തകമെന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. പുസ്തകമെന്നുള്ളത് നമ്മളെ നയിക്കുന്ന കൂട്ടുകാരനാണ്. പുസ്തകമെന്നുള്ളത് നമുക്ക് അറിവ് പകർന്നു തരുന്ന ഒരു മാസ്റ്ററാണ്. പുസ്തകമെന്നുള്ളത് നമ്മളെ തലോടുന്ന അമ്മയാണ്. പുസ്തകം ഏതു കാരണത്തിനും ഏതു കാലത്തിനും ആവശ്യമാണ് താനും. ജീവിതത്തിൽ പുസ്തകങ്ങൾക്കുള്ള സ്ഥാനം വ്യക്തമാക്കുന്നതാണ് ഈ വരികൾ. വായന കുറയുകയും സമയം കൊല്ലാനുള്ള ഒരു ഉപാധിയായി തരം താഴുകയും ചെയ്തപ്പോൾ നഷ്ടമായത് പ്രകാശവും പ്രതീക്ഷകളുമാണ്. ജീവിതത്തിൽ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും വൈവിധ്യപൂർണമാവുകയും ചെയ്തപ്പോൾ പുസ്തകങ്ങളുടെ വിഷയങ്ങളിലും വൈവിധ്യം കാണപ്പെട്ടു. ഒപ്പം വായനാനുഭവം പ്രദാനം ചെയ്യുന്ന ധാരാളം പുസ്തകങ്ങളും വെളിച്ചം കണ്ടു. വായനക്കാരന് തിരഞ്ഞെടുക്കാൻ ധാരാളം നല്ല പുസ്തകങ്ങൾ ലഭിക്കുകയും ചെയ്തു. വായന പ്രയോജനപ്രദമാകണമെങ്കിൽ എങ്ങനെ വായിക്കണം? സ്നേഹത്തോടെ പുസ്തകത്തെ സമീപിക്കുക. വാക്കുകൾ ഗ്രന്ഥകർത്താക്കളോട് നമ്മോടുള്ള സംഭാഷണമായി കരുതണം. ആശയം മനസ്സിൽ തട്ടുമ്പോൾ അത് മനസ്സിൽ കുറിക്കുകയോ നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതുകയോ ചെയ്യുക. കുറിച്ചു വെച്ച ആശയം ഒരാവർത്തി വായിക്കുമ്പോൾ അത് ആ പുസ്തക രചയിതാവിനോടുള്ള നമ്മുടെ പ്രതികരണമാകും. അതെ, ഇതെനിക്കുള്ളതാണ്, എന്നോട് പറയുന്നതാണെന്നും വായനക്കാരൻ്റെ മനസ്സിൽ തോന്നിയാൽ അതും പ്രതികരണത്തിൻ്റെ തുടർച്ചയാവും. അങ്ങനെ പുസ്തക രചയിതാവും വായനക്കാരനും ചേർന്ന് സംവദിച്ച് മുന്നോട്ട് പോകുമ്പോൾ വായന ഒരു അനുഭവമായി മാറും. മനസ്സിൽ വെറുപ്പും വിദ്വേഷവും നിറയ്ക്കുന്ന കൃതികളെ ഒഴിവാക്കണം. പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നവയെ നമ്മൾ സ്വീകരിക്കണം. ജീവിതത്തിലെ പ്രതിസന്ധികളെ അസാമാന്യമായ ഇച്ഛാശക്തി കൊണ്ടും ജീവിതത്തിലുള്ള അഭിവാജ്ഞ കൊണ്ടും നേരിട്ട അനേകം കഥാപാത്രങ്ങൾ നമ്മുടെ വായനയിൽ നമുക്ക് കാണുവാൻ കഴിയും. അവരിൽ നിന്ന് പഠിക്കുക, അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക, അതാണ് വേണ്ടത്. നമുക്കറിയാം, ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ഒരേ സമയം ജീവിതകഥയും ഒരു പാഠപുസ്തകവുമാണ്. മനുഷ്യന് ചിന്തിക്കാവുന്നതിനും അപ്പുറം ദുരന്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയവനാണ് ആടുജീവിതത്തിലെ നായകനായ നജീബ്. മഴയ്ക്ക് ശേഷം വരണ്ട മണ്ണിനുമേലെ പൊന്തി വന്ന ഒരു കുഞ്ഞു ചെടി നജീബിന് കൊടുക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകൾ നജീബിന് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ വായനക്കാരനും എക്കാലത്തേക്കുമുള്ളതാണ് ആ വാക്കുകൾ. ആ വാക്കുകൾ ഇതാണ് പറയുന്നത്: നജീബേ, മരുഭൂമിയുടെ ദത്തുപുത്ര, ഞങ്ങളെപ്പോലെ നീയും നിന്റെ ജീവനെ അടക്കിപ്പിടിച്ച് ഈ മരുഭൂമിയോട് മല്ലിടുക. തീക്കാറ്റും വെയിൽ നാളവും നിന്നെ കടന്നുപോകും. നീ അവയ്ക്ക് മുൻപിൽ കീഴടങ്ങരുത്. അതു നിന്റെ ജീവനെ ചോദിക്കും, വിട്ടുകൊടുക്കരുത്. അതെ, ഒരു വിധിക്കും ഒരു തലവരയ്ക്കും ജീവിത പ്രാരാബ്ധങ്ങൾക്കും നമ്മെ വിട്ടുകൊടുക്കാതെ നമുക്ക് പൊരുതി മുന്നേറാം. അതിന് പ്രശസ്ത എഴുത്തുകാരൻ മരിയോ വാർഗാസ് യോസെ എഴുതിയ ഈ വാക്കുകൾ നമുക്ക് പ്രയോജനമാണ്. വായിക്കാത്തവർ അവർക്ക് നഷ്ടപ്പെടുന്ന വലിയ സന്തോഷത്തെക്കുറിച്ച് അറിയുന്നില്ല. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് വായനയുടെ ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം, വളരാം. ഈ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.